ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സമയം ഒട്ടും തന്നെ കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ പോയി തേങ്ങ വാങ്ങുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കടയിൽ നിന്നും തേങ്ങയൊക്കെ വാങ്ങുമ്പോൾ നല്ല തേങ്ങ ഏതാണ്, കേടായ തേങ്ങ ഏതാണ് എന്നൊന്നും അറിയാതെ പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടാറില്ലേ? ഈ ഒരു സൂത്രം അറിഞ്ഞിരുന്നാൽ ഇനി ആർക്ക് വേണേലും, അതായത് കുട്ടികൾക്ക് പോലും കടയിൽ നിന്നും നല്ല വിളഞ്ഞ തേങ്ങ നോക്കി, കേടാവാത്ത തേങ്ങ നോക്കി സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. നല്ല മൂത്ത് വിളഞ്ഞ തേങ്ങയും മൂപ്പാവാത്ത കരിക്ക് തേങ്ങയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇതിനായിട്ട് ഞാനിവിടെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നല്ല വിളഞ്ഞു മൂത്ത തേങ്ങയാണ്, മറ്റൊന്ന് കരിക്കാണ്. ഒറ്റ നോട്ടത്തിൽ ഈ തേങ്ങകൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. പക്ഷേ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങകളുടെ കളറൊന്ന് നോക്കിയാലോ? നല്ല വിളഞ്ഞ് മൂത്ത തേങ്ങയുടെ കളർ കണ്ടോ? ഒരു ഡാർക്കിഷ് ബ്രൗൺ കളറാണ്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ണുകൾക്ക് നല്ല ഇരുണ്ട കറുത്ത നിറമാണ്. എന്നാൽ ഈ തേങ്ങ അത്രയ്ക്ക് അങ്ങോട്ട് വിളഞ്ഞ് മൂക്കാത്ത ഒരു തേങ്ങയാണ്. ഇതിൻ്റെ കളർ കണ്ടോ? വിളഞ്ഞ തേങ്ങയുടെ അത്രയും ഡാർക്ക് കളർ ഇതിനില്ല. ഇതിൻ്റെ കണ്ണുകളുടെ നിറം കണ്ടോ? മൂത്ത തേങ്ങയുടെ അത്രയും കറുപ്പ് നിറമൊന്നും ഇതിൻ്റെ കണ്ണുകൾക്കില്ല. അപ്പോൾ കളർ നോക്കി തേങ്ങ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള ഇരുണ്ട കണ്ണുകളോടുകൂടി തേങ്ങയാണ് നല്ല തേങ്ങ എന്ന് വേണമെങ്കിൽ പറയാം. വിളഞ്ഞ തേങ്ങ നോക്കി സെലക്ട് ചെയ്യാനുള്ള നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ കണ്ണുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വിളഞ്ഞ തേങ്ങ ഏതാണ്, വിളയാത്ത തേങ്ങ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നല്ല വിളഞ്ഞ തേങ്ങയാണ്. ഇതിൻ്റെ കണ്ണുകൾ കണ്ടോ? നല്ല ഇരുണ്ട നിറമാണ്. അതുമാത്രമല്ല, കണ്ണുകൾ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത് കണ്ടോ? നല്ല വിളഞ്ഞ തേങ്ങയുടെ കണ്ണുകൾ എപ്പോഴും ഉള്ളിലേക്ക് തന്നെ കുഴിഞ്ഞിരിക്കും. എന്നാൽ മൂപ്പാവാത്ത കരിക്ക് തേങ്ങയുടെ കണ്ണുകൾ കണ്ടോ? ഇതിൻ്റെ കണ്ണുകൾക്ക് ലൈറ്റ് ബ്രൗൺ കളറാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിരിക്കുന്നത് കണ്ടോ? ഇത് ഒട്ടും മൂക്കാത്ത തേങ്ങ ആയതുകൊണ്ടാണ് കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുള വരുന്ന കണ്ണില്ലേ, ആ കണ്ണിലേക്ക് നമ്മുടെ നഖം ഒന്ന് കുത്തി നോക്കിയാൽ അവിടെ കുഴിയുന്നത് കാണാം. അങ്ങനെയുള്ള തേങ്ങയും ഒട്ടും തന്നെ മൂക്കാത്തതാണ്. എന്നാൽ നല്ല മൂത്ത തേങ്ങയുടെ കണ്ണിലേക്ക് കുത്തിയാൽ അവിടെ നഖം താഴില്ല. അപ്പോൾ ഇനി തേങ്ങ വാങ്ങാൻ കടയിൽ പോകുമ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇത് ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ല മൂത്ത് വിളഞ്ഞ തേങ്ങ തന്നെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന തേങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ എവിടെ ഇട്ട് ഉണ്ടാക്കിയതാണെന്നോ എത്ര പേരുടെ കൈകളിലൂടെ മറിഞ്ഞു വന്നതാണെന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ തേങ്ങ ചുരുണ്ടുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയൊക്കെ തേങ്ങയോടൊപ്പം തന്നെ പാത്രത്തിലേക്ക് വീഴാറില്ലേ? അപ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും പൊടികളും ഒക്കെയാണ് ഈ പാത്രത്തിലേക്ക് വീഴുന്നത്. അത് ഒഴിവാക്കാനാണ് തേങ്ങ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം മാത്രം ചുരണ്ടിയെടുക്കേണ്ടത്. ചിലർക്കൊക്കെ അറിയാവുന്ന ടിപ്പായിരിക്കും ഇത്. എങ്കിലും അറിയാത്തവരുണ്ടല്ലോ, അവർക്ക് ഇത് ഒത്തിരി ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ? സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് മേശയോ ഷെൽഫോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെക്കാൻ കുറച്ച് പാടല്ലേ? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഈ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അവരതൊക്കെ പിടിച്ച് വലിച്ച് താഴെ ഇടുകയും അപകടം വരികയൊക്കെ ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പാകത്തിന് ഒരിക്കലും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കരുത്. അവർ ഫോൺ എടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ചിലപ്പോൾ അതിൻ്റെ കേബിളിൻ്റെ അറ്റം വായിലിടാനും ചാൻസ് ഉണ്ട്. അതുവഴി അവർക്ക് ഷോക്ക് ഏൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ സ്വിച്ച് ബോർഡിനടുത്ത് കുറച്ച് മുകളിലായിട്ട് ഭിത്തിയിൽ എവിടെയെങ്കിലും ഒരാണി തറച്ച് വെക്കാം. ഇനി ഇതുപോലെ ഒരു ചെറിയ ബാഗ് നമ്മൾ ആ തറച്ച ആണിയിലേക്ക് തൂക്കിയിടാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മേശയിലോ ഷെൽഫിലോ ഒന്നും വെക്കാതെ കുട്ടികളൊന്നും എടുക്കാതെ തന്നെ മൊബൈൽ ഫോൺ നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, ഒരേ സമയത്ത് 1-2 മൊബൈൽ ഫോൺ നമുക്ക് ഒരുമിച്ച് തന്നെ ചാർജ് ചെയ്തെടുക്കാനും സാധിക്കും. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരും വീടുകളിലുള്ള ഒന്നാണല്ലോ മിക്സി. ഈ മിക്സിയുടെ പെട്ടെന്ന് കേടുവരുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ ജാറുകൾ. മിക്സിയൊക്കെ വാങ്ങിച്ച് 5-6 വർഷം കഴിഞ്ഞാലും അതിന് യാതൊരു കേടുപാടും തന്നെ ഉണ്ടാവാറില്ല. എന്നാൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മിക്സി ജാറുകൾക്ക് 5-6 മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ കേടുവരും. അതായത് അതിൻ്റെ ബ്ലേഡിൻ്റെ ഭാഗമൊക്കെ തുരുമ്പിക്കുകയും കറങ്ങാതെ വരികയൊക്കെ ചെയ്യാറില്ലേ?
ഉപയോഗത്തിന് ശേഷം ഇതുപോലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ചെയ്തു വെച്ചാൽ മതി. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മിക്സി ജാറ് കേടാവാതെ സൂക്ഷിക്കാൻ സാധിക്കും. തേങ്ങയും മാവും ഒക്കെ അരച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് മിക്സി ജാർ വാഷ് ചെയ്യാറുള്ളത്? ജാറിനുള്ളിലേക്ക് ഒരൽപ്പം ഡിഷ് വാഷ് ഒഴിക്കും, പിന്നീട് കുറച്ച് വെള്ളം ഒഴിക്കും, എന്നിട്ട് ജാറെടുത്ത് കുലുക്കി കഴുകിക്കളയും. ഇങ്ങനെയല്ല ചെയ്യാറുള്ളത്. ഇങ്ങനെ എത്ര തവണ കുലുക്കി കഴുകിയാലും ബ്ലേഡിനടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോവില്ല. പുതിയ മിക്സിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് യൂസർ ലീഫ്ലെറ്റ് കിട്ടാറുണ്ട്. അതിൽ മിക്സി ജാറ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. ലീഫ്ലെറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്സി ജാറ് വർഷങ്ങളോളം കേടാവാതെ തുരുമ്പിക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഉപയോഗത്തിന് ശേഷം, അതായത് മാവോ തേങ്ങയൊക്കെ അരച്ചതിന് ശേഷം നമ്മുടെ മിക്സി ജാറിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി കളയാം. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് 1-2 തുള്ളി ഒഴിച്ചതിന് ശേഷം ബ്ലേഡ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സി ജാർ അടച്ച് മിക്സിയിലേക്ക് വെച്ച് വെറും 1 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ മിക്സി ജാറിലേക്ക് ഡിഷ് വാഷും വെള്ളവും ഒഴിച്ച് വെറും 1 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിക്കൊണ്ടുവരാം. കണ്ടോ, നമ്മുടെ ജാറിനകത്ത് അഴുക്കെല്ലാം പോയി നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങുന്നത്. അതുമാത്രമല്ല, ബ്ലേഡിനരികിൽ പറ്റിപ്പിടിച്ചിരുന്ന അഴുക്കെല്ലാം പോയി. മിക്സി ജാർ ഇങ്ങനെ പ്രോപ്പറായിട്ട് കഴുകിയില്ലെങ്കിൽ നമുക്ക് കഴുകാൻ പറ്റാത്ത ഭാഗമാണ് ബ്ലേഡിൻ്റെ അരികും അതുപോലെ അടിഭാഗവും ഒക്കെ. അവിടെയൊക്കെ നമ്മൾ അരയ്ക്കുന്ന ഫുഡ് വേസ്റ്റൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന് അവിടെ പുഴുക്കളുണ്ടാകും. ഇതിലൊക്കെ ഇട്ട് വീണ്ടും വീണ്ടും നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വയറിളക്കവും ഛർദിയൊക്കെ വരാനുള്ള കാരണമാകും. അതുകൊണ്ട് ഇനി മിക്സി ജാർ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ സോപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ മറക്കല്ലേ. മിക്സി ജാറ് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനും കേടായി പോകാനുമുള്ള ഒരു പ്രധാന കാരണമാണ് ഇനി പറയുന്നത്. കഴുകിയെടുത്ത മിക്സി ജാറ് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ജാറൊക്കെ കഴുകിയെടുത്തതിന് ശേഷം അടപ്പൊക്കെ ഇട്ട് ഒന്നുകിൽ ഇതുപോലെ തന്നെ അടച്ചങ്ങ് വെക്കും, അല്ലെങ്കിൽ അത് കമിഴ്ത്തി വെക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മിക്കവരും ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കഴുകിയെടുത്ത ജാറ് അടപ്പൊക്കെ ഇട്ട് അടച്ച് ഇങ്ങനെ നേരെ വെക്കുമ്പോൾ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ബ്ലേഡിനോട് ചേർന്ന്. അങ്ങനെ ആ വെള്ളം കിടന്ന് അവിടെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ജാറ് ഉണങ്ങാനായിട്ട് നമ്മൾ കമിഴ്ത്തി വയ്ക്കുമ്പോഴും അതിൽ വെള്ളം കിടക്കുന്നത് ബ്ലേഡിൻ്റെ ചുറ്റിലുമായിട്ടാണ്. ഇങ്ങനെ ബ്ലേഡിൻ്റെ ഭാഗത്ത് എപ്പോഴും നനവുണ്ടാകുമ്പോഴാണ് ബ്ലേഡും അതിൻ്റെ ഫിറ്റിങ്സും ഒക്കെ തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നത്. ഇതൊഴിവാക്കാനായിട്ട് ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്താൽ മതി. ജാറൊക്കെ നല്ല പ്രോപ്പറായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്താൽ മതി. അതിലുള്ള വെള്ളം ഇങ്ങനെ ഊറി അറ്റത്ത് വന്ന് കിടന്നോളും. ഇങ്ങനെ ചരിച്ച് വയ്ക്കുമ്പോൾ ബ്ലേഡിൻ്റെ ഭാഗത്ത് ഒട്ടും തന്നെ നനവുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ മിക്സി ജാറ് വർഷങ്ങളോളം കേടാവാതെ തുരുമ്പിക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കുറേയേറെ നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ജാറിൻ്റെ അടപ്പിലുള്ള ആ റബ്ബറിൻ്റെ ഭാഗമില്ലേ, അതിൻ്റെ ഗ്യാസ്കറ്റ്, അത് പൊട്ടിപ്പോവുകയോ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യാറില്ലേ? അങ്ങനെ അടപ്പിന് ഗ്യാസ്കറ്റ് ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ ജാറിൽ വെച്ച് അരയ്ക്കുമ്പോൾ അത് ചിതറിത്തെറിക്കുകയും മിക്സിയിലേക്ക് ഒഴുകി വീഴുകയൊക്കെ ചെയ്യും. അതൊഴിവാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്ത് മിക്സി ജാറിൻ്റെ അടപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അരച്ച് നോക്കാം. കണ്ടോ, ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ചിതറിത്തെറിക്കുകയോ ഒലിച്ചിറങ്ങുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.